ഹായ്, എന്താ പാട്? സുഖല്ലേ? ഈ മനുഷ്യനെ ആരാന്ന് നിങ്ങൾക്കറിയോ? അതൊക്കെ പോട്ടെ. നിങ്ങളുടെ ടീം ഏതാ വേൾഡ് കപ്പിന്റെ? ഒന്ന് കമന്റ് ചെയ്യ്, കാണട്ടെ ഏതൊക്കെയാണെന്ന്. ഞാൻ അർജന്റീന ഫാൻസ് ആയിരുന്നു. ഞാൻ പിന്നെ ഓർമ്മ വെച്ച മുതലേ അർജന്റീന ഫാൻസ് തന്നെയാണ്. ഇപ്പോഴും അർജന്റീന ഫാൻസ് തന്നെയാണ്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് ഇങ്ങേർക്കൊന്ന് കിട്ടണം എന്ന് നല്ല പൂതിയുണ്ട്. കാരണം എന്താ അറിയോ, ഇത് ഇയാളുടെ ലാസ്റ്റ് വേൾഡ് കപ്പാണ്. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ആ രാജ്യത്തിന് വേണ്ടിയിട്ട് വേൾഡ് കപ്പ് കൊണ്ടുപോകാൻ ഇങ്ങേർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൽ സത്യം പറഞ്ഞാൽ ഞാനും പങ്കുചേരുന്നുണ്ട്, ഇങ്ങേർക്കൊന്ന് കിട്ടണം എന്നുള്ളത്. പക്ഷെ വേൾഡ് കപ്പിന്റെ എല്ലാ സന്തോഷവും കെടുത്തിയ വേറൊരു മനുഷ്യനുണ്ട്. ആരാ അറിയോ? ഈ നിൽക്കുന്ന മനുഷ്യൻ പേരെന്താണ്? ഉമർ അബ്ദുൽ ഖാദിർ അർട്ടാൻ. ഒരു സൊമാലിയൻ റഫറിയാണ് ഇയാൾ അമേരിക്കയുടെ എയർപോർട്ടിന്റെ വാതിൽ വരെ വന്നിട്ട് അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് തന്നെ അയക്കപ്പെട്ടൊരു മനുഷ്യനാണ് ഇയാള്. അതിന് കാരണം എന്താണ്? ഇങ്ങേരുടെ ഈ കളറും അതുപോലെ തന്നെ ഈ ഒരു നെയിമും. മുസ്ലിം ആയതിന്റെ പേരിൽ മാത്രം അമേരിക്ക അയാളെ റിജക്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ഈ നാട്ടിലേക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങേരെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചയച്ചു. പക്ഷെ അങ്ങേരുടെ നാട്ടില് അങ്ങേർക്ക് സ്വീകരണം കിട്ടിയത് എങ്ങനെ അറിയോ? അർജന്റീന കപ്പ് എടുത്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് ചെന്നപ്പോൾ അർജന്റീനക്കും കൂടി കിട്ടാത്ത അത്ര സ്വീകരണം ഇങ്ങേർക്ക് സൊമാലിയം എന്ന് പറഞ്ഞ ആ കൊച്ചു രാജ്യം അയാൾക്ക് കൊടുത്തു. സത്യത്തിൽ ലോക പോലീസ് ചമയുന്ന അമേരിക്ക ഇയാളെ തിരിച്ചയച്ചപ്പോൾ ഇങ്ങേരെ അറിയാത്ത എല്ലാ മനുഷ്യരും ഇങ്ങേരെ അറിഞ്ഞു തുടങ്ങി. കാരണം എന്താ അറിയോ? അമേരിക്കക്ക് മാത്രമേ ഇയാളെ അപമാനിക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷെ മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഇയാളെ കൈ നീട്ടി സ്വീകരിച്ചു. അല്ലെങ്കിൽ നമ്മളൊക്കെ അമേരിക്കയിലാണ് 2026 വേൾഡ് കപ്പ് എന്ന് ഉറപ്പിച്ചപ്പോൾ തന്നെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയോ? ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും ഒക്കെ പേരിലും പലരും ഒറ്റപ്പെടും, കുറ്റപ്പെടും, അപമാനിക്കപ്പെടും എന്നുള്ളതൊക്കെ നമുക്ക് നേരത്തെ അറിയാം. എന്നിരുന്നാലും ഈ ഒരു മത്സരത്തിൽ ഒന്ന് കളിക്കാനും ഒന്ന് പങ്കെടുക്കാനും അത്രയും കൊതിച്ച ആ മനുഷ്യന് കാലങ്ങളോളമുള്ള കാത്തിരിപ്പിന് അവസാനം ആ മണ്ണിലൊന്ന് ചവിട്ടിയപ്പോഴേക്കും അയാളെ തിരിച്ചയച്ചു. ഈ അമേരിക്കനെ ഇറാനോട് ചെയ്യുന്നത് എന്താണ് നിങ്ങൾ കാണുന്നില്ലേ? ആ ഒരു ടീമിന് മാത്രം പോലീസ് നായ്ക്കളെ കൊണ്ട് വരെ മണപ്പിച്ചിട്ടാണ് അതിനകത്തേക്ക് കയറ്റി വിടുന്നത്. മാത്രമല്ല, കളി കഴിഞ്ഞ ആ സെക്കൻഡ് ആ സ്പോട്ടിൽ അവര് അമേരിക്ക എന്നുള്ള രാജ്യം വിട്ടേ പറ്റുള്ളൂ. കാരണം എന്താ അറിയോ? മുസ്ലിമിന്റെ പേരും മുസ്ലിമിന്റെ രാജ്യവും അതൊരിക്കലും സായിപ്പന്മാർക്ക് സഹിക്കൂല. നമ്മുടെ നാട്ടിലെ സംഘികളുടെ മനസ്സാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ എളുപ്പം തിരിച്ചയച്ചു. പക്ഷെ നാട് കൊടുത്ത സ്വീകരണവും ബാക്കിയുള്ള രാജ്യക്കാർ കൊടുത്ത സ്വീകരണവും നമ്മളെ മനസ്സിന് വല്ലാത്ത കുളിർമ തന്നു. ഇവരൊക്കെ എന്ത് മനുഷ്യന്മാരല്ലേ? സത്യം പറയാലോ, ഈ 2026 ആയിട്ടും ഇവരൊക്കെ തൊലിനിറത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും ഇന്നും ആളുകളെ വെറുക്കപ്പെട്ട കണ്ണോടുകൂടെ കാണുന്നത്. ആ ഒരു നാട്ടിൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ എന്ത് സുഖം ഉണ്ടാകുക, എന്ത് സന്തോഷം ഉണ്ടാകുക, എങ്ങനെ നമ്മളത് ആസ്വദിക്കും? അതിനൊന്നും ഒരു പിടുത്തമല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് പലരും അവോയ്ഡ് ചെയ്ത് വിടുന്നത്. വേറൊന്നും കൊണ്ടല്ല. ഈ അമേരിക്കയുടെ കണ്ടീഷനിൽ മുസ്ലിം രാജ്യങ്ങൾ ഗോളടിച്ചാൻ പറ്റൂല, മുസ്ലിം രാജ്യത്തിന്റെ ഗോള് കൂട്ടാൻ പറ്റൂല, മുസ്ലിം രാജ്യത്തിൽ നിന്ന് വരുന്ന റഫറി പറ്റൂല, മുസ്ലിമായ റഫറി പറ്റൂല. എങ്ങനെ നോക്കിയാലും മുസ്ലിമിന്റെ നെഞ്ചത്തേക്ക. വല്ലാത്തൊരു മനുഷ്യർ തന്നെയല്ലേ ഇവര്. സത്യം അത് കണ്ടപ്പോൾ പറയാതിരിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ നിങ്ങളുടെ ടീം ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യേ, അറിയട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.